ഏതാണ് ഈ ഡോഗ്? അടുത്ത ഫ്ലാറ്റിൽ ആരെങ്കിലും ആയിരിക്കും. കൊള്ളാമല്ലോ, നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ഒരു ഫേസ് കട്ടല്ലേ? നീ എന്നെ വിട്ടേക്ക്, കുറെ ആരെങ്കിലും അന്വേഷിച്ചു വരും. വരണമല്ലോ, ഏതെങ്കിലും ഒരു കളർ അന്വേഷിച്ചു വരും. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. എന്നാ പിന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. ആഷി, ആഷി. ആഷിയോ? ആഷി പട്ടിക്കുട്ടി. ഇവിടെ ഒരു പട്ടിക്കുട്ടിയും വന്നില്ല. ഇങ്ങോട്ട് കയറി വരുന്ന ഞാൻ കണ്ടതാ. Where's the dog man? ദേ അങ്കിൾ ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ചിരിച്ചൊന്നുമില്ല. ഏയ്, Where's my ആഷി? ഇങ്ങോട്ട് വന്നില്ല. ഉവ്വ്, ഇവിടെ ഉണ്ട്. നിങ്ങൾ കരഞ്ഞിട്ടാ. ഇവിടെ ഇല്ല മാഡം. അന്നില്ലെങ്കിൽ ഞാൻ ചേച്ചി വിളിച്ചോണ്ട് വരും. എന്നാ പിന്നെ അതാ നല്ലത്. ചേച്ചി വരട്ടെ അല്ലേ? അതെ. വാ. ചേച്ചി ഇപ്പൊ വരും. എങ്ങനെയുണ്ടല്ലോ ഈ ഐഡിയ? നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കാം. അവരെടുത്തിട്ടുണ്ടാവില്ല നീതു? ഇല്ല ചേച്ചി, അങ്ങോട്ട് കേറി പോന്നു ഞങ്ങൾ കണ്ടതാ. അവര് ഒളിച്ചു വെച്ചേക്കുവാ. ചേച്ചി ഒന്ന് ഞങ്ങളുടെ കൂടെ വന്നേ, എന്നാലേ അവർ തരുള്ളൂ. പ്ലീസ് ചേച്ചി. നീതുവിന്റെ ആഷി ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. ഓ, ഞങ്ങളോട് ആരും പറഞ്ഞില്ല. നീതു കണ്ടതാണല്ലോ ഇങ്ങോട്ട് വന്നത്. ചിലപ്പോ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങള് കണ്ടില്ല. ദേ, കുട്ടികളോട് ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ. മര്യാദയ്ക്ക് പട്ടിക്കുട്ടിയെ തിരിച്ചു കൊടുക്ക്. സിസ്റ്റർ, ഞങ്ങൾ അങ്ങനെ ചീപ്നെസ് കാണിക്കൂ. We are very decent, gentle, loving youngsters. But you look like a criminal. And you too. ചേച്ചി ആഷി അകത്തുണ്ട്. അല്ല, ഇതെങ്ങനെ അകത്ത്? നമ്മൾ ഇല്ലാത്ത ടൈമിൽ വല്ലോ ഇനി കേറി. ഞാൻ വിചാരിച്ച ടേപ്പ് റെക്കോർഡിന്റെ സൗണ്ട് ആയിരിക്കും. ഞാനും മേളിൽ കേറി. ആഷി, get down. ആഷി, come down. ആഷി ഡാർലിംഗ്, come down. ചേച്ചി ആഷി താഴെ വരുന്നില്ലല്ലോ. May I help you? No, thanks. ആഷി, ആഷി. സോറി. പോട്ടെ. അവിടെ ചലോ ചലോ ജൽദി 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 ധക്ക മാറോ ഭായി. ഒന്നും കൂടി തള്ളി കൊടുക്കാൻ. നോക്ക് നിക്കത വന്ന് സഹായിക്കടോ. എന്നാ കുറച്ച് റിവേഴ്സ് എടുത്തോളി. ആ നല്ലത്, രണ്ടാൾ ഒന്നിച്ച് തള്ളണം. നിങ്ങൾ വേറെ ഞാൻ വേറെ തള്ളേ പോവില്ല. പിടിച്ചോ. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നില്ല കേട്ടോ. വേറെ ആരും. ഹലോ, സഹായിക്കണോ? ആ വേണ്ടി വരും, അല്ലാതെ പോണ മട്ടില്ല. ഭായി തോടാ മദത് കരോ. ആവോ സഹായിക്കാറോ. നീ അപ്പുറം നിന്ന് വിളിക്കും, അപ്പുറത്തെ വശത്ത് വിളിക്കും. പോട്ടെ പോട്ടെ. തള്ളി തള്ളി. അങ്ങനെ അപ്പോളോ എല്ലാരും കൂടി ഒന്നിച്ച് തള്ളിയപ്പോ അതിന്റെ സുഖം കണ്ടങ്ങള്. ഈ വണ്ടി അനവധി ആളെ ജീവൻ രക്ഷിച്ചതാ. ഓഹോ, ആള് എടുക്കാം. അതെ, ഡോക്ടർ രാവിലെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഈ വണ്ടിയും തള്ളി അവിടെ ചെല്ലുമ്പോ ആമ്പിള്ളേർ ഡോക്ടർമാര് ഓപ്പറേറ്റ് ചെയ്ത് രോഗി സുഖമായി ഡിസ്ചാർജ് ചെയ്ത് പോയിണ്ടാവും. അതിലിടക്ക് ഒരു ദിവസം കറക്റ്റിന് സ്റ്റാർട്ടായി ഇത് അവിടെ ചെന്നു. അന്നത്തെ രോഗി കാര്യം. ജൽദി ഭായി, ഓപ്പറേഷൻ. അച്ഛന്റെ പ്രായന്റെ വണ്ടി നല്ലതൊന്നും മാറ്റുമോ? അതുമില്ല. ശുക്രിയ, ബഹുത് ശുക്രിയ. ആ കൂടുതൽ നോക്കണ്ട, കൂടെ പോരും. അങ്ങനല്ലേ ഡോക്ടർ കുടുങ്ങി. അയാൾ തന്നെ ആസ്പത്രിയിലെ നേഴ്സായ തിരുവല്ലക്കാരി കൊച്ചി ത്രേസ്യ മിസ്സിസ് അഗർവാൾ ആയത് അങ്ങനല്ലേ. അതുകൊണ്ട് കൂടുതൽ നോക്കണ്ട, ഞാൻ തന്നെ പിടുത്തം കൊടുക്കാതെ ഒഴിഞ്ഞു നടക്കുക. യെസ്, അനന്തപത്മനാഭൻ ഹിയർ. ഞാൻ ബോണിയാണ്. അപ്പുറത്തെ ഫ്ലാറ്റിലെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചു തരൂ. വളരെ അത്യാവശ്യമാണ്. ബുദ്ധിമുട്ടാവില്ലല്ലോ? ആ, വിളിക്കാം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഫോണുണ്ട്. ഒന്ന് മാറി. ആ ഉണ്ണി. ഉണ്ണി, ഞാനിന്ന് വരില്ല. ഞങ്ങളുടെ ഏരിയ മാനേജർ ട്രിവാൻഡ്രത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. പിന്നെ ഒന്ന് പോടാ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഏതെങ്കിലും ജിൽജിലാക്കിയ ബുൽബനാക്കിയ ഒത്തു കാണും. ഇല്ലളിയാ, ആദ്യം ഡ്യൂട്ടി. അത് കഴിഞ്ഞാ നാളെ സാറ്റർഡേ അല്ലേ? സൺഡേ പറ്റിയാലൊന്ന് കോവളത്ത് കൂടും. ആരാണ് കമ്പനിക്ക്? ആശാ ചെറിയനാണോ, ശ്രീലയാണോ, ഷാൻഡി പി തോമസ് ആണോ, ശാന്തിയാണോ, ആരാണ്? ഇത് അതൊന്നും അല്ലളിയാ, പുതിയ നമ്പരാ. വരുമ്പോ ഡീറ്റെയിൽസ് പറയാം. എടാ കോവളമാണ്, സൂക്ഷിക്കണം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വന്നാ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല, പറഞ്ഞേക്കാം.
വേലി ചാടുമ്പം മുള്ളു കൊള്ളാതിരിക്കാനും ബോണിക്ക് അറിയാം മോനെ. വിനോദിനോട് പറഞ്ഞേ. ആ ശരി, ഓക്കെ. സോറി, ഒരു ശല്യായില്ലോ. ഇനിയും കോള് വന്നാ വിളിക്കാൻ മറക്കരുതേ. എന്നാ സ്വന്തം അച്ഛന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇനി അച്ഛനായി മോളായി. ഓടെ ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ദാ വിനോദേ, ഒരക്ഷരം മിണ്ടി പോരുത്. രാവിലെ തൊട്ട് ഞങ്ങളും കൂടെ അനുഭവിക്കുന്നതാ. ഫാമിലി റൂം അവിടെ പോടാ പോടാ. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. ഇവിടെ പറയുന്ന കേൾക്കണേ. തുറക്കടാ ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. വിനോദേ, നീ എങ്ങനെ തുറക്കടാ? അയ്യോ, കൊച്ചു കരയുന്നടാ. കളി തമാശ കളയാനാ പറയുന്നേട്ടാ. എടാ വിനോദേ, തുറക്കടാ, തുറക്കടാ, പുല്ല തുറക്കടാ. ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. അയ്യേ, എടാ ഉണ്ണികൃഷ്ണ, ഓടി വായോ, കൊച്ചു അപ്പിട്ടടാ. അയ്യേ, എടാ വിനോദ, കഥ തുറക്കടാ. അയ്യേ, തുറക്കടാ, ഞാൻ ചവിട്ടി തുറക്കും. അയ്യേ, എന്താടാ ഉണ്ണികൃഷ്ണ, കൊച്ചു അപ്പിട്ട് എന്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചേ. കൊണ്ടുപോകണം. ആ പൈപ്പിന്റെ മൂട്ടിലെങ്ങനെ കൊണ്ട് കഴിവ് പോ. ഒന്ന് കഴുകി തന്നാ ഞാൻ എടുത്തോളാം. എനിക്ക് പരിചയമില്ല. എടാ, ഞങ്ങൾക്ക് ക്രാങ്ങളുടെ ചന്ത കഴിക്കലല്ലേ ജോലി. കൊണ്ടുപോകണേ. ഡേടേ, ഈ പൈപ്പെങ്കിലും ഒന്ന് തുറന്നുടേ. സ്വന്തമായിട്ടൊക്കെ തുറന്നോട്ടാ മതി. ആ ഡൈനിങ് ടേബിൾ ചീത്തയാക്കരുത് പറഞ്ഞേക്കാം. പോടാ. എടാ ശരിക്കും കഴി. ഇനി ഒന്ന് പിടിക്കോ? എന്റെ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യാനാ. സൗകര്യമില്ല. ഗുഡ് നൈറ്റ്. കരയാതെ. അയ്യോ, കാക്കക്കുഞ്ഞിന്റെ വായാണെങ്കിലും ചീർക്കാഴി ഗോവിന്ദരായന്റെ സൗണ്ടാ. മിണ്ടരുത്. എന്താടേ, നിന്റെ കൊച്ചുറങ്ങിയോ? ഇല്ല, അകത്ത് നാഗസ്വരം വായിക്കുന്നു. കൊച്ചിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. സമാധാനമായല്ലോ. സത്യം എന്നായാലും നാട്ടുകാർ അറിഞ്ഞല്ലോ. എന്നെ പിടിച്ച് വല്ലവന്റെയും കൊച്ചിന്റെ തന്തയാക്കിയാലേ നീയൊക്കെ അടങ്ങൂ. എടാ ബോണി, നിനക്ക് ഏതായാലും ഒരു അബദ്ധം പറ്റി. ഇനിയെങ്കിലും നീ തുറന്ന് സമ്മതിക്ക്. എനിക്കൊരു അബദ്ധം പറ്റി. ആ. നിങ്ങളോടൊപ്പം താമസിച്ചത്. ഡാ, ശ്രീകൃഷ്ണനായിട്ട് നാട് മുഴുവൻ ചുറ്റി അടക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. ജിൽജിരാക്ക ബുൽബുനാക്കേക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ കൂടി ഉണ്ടെന്ന്. ഇത് എത്ര പറഞ്ഞാലും വിശ്വാസമാവില്ലെന്ന് വെച്ചാ. നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇതെന്തൊരു പരീക്ഷണമാ. മാതാവ് അങ്ങനെ കള്ളസാക്ഷി പറയില്ല എന്റെ മോനെ. അയ്യോ, ഇതെന്റെ കൊച്ചല്ല.